ഇന്ന് നമുക്കൊരു വൈറൽ ഫേസ് പാക്ക് നോക്കിയാലോ? അതെ, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇപ്പോൾ ഈ ഉലുവ ഫേസ് പാക്ക് വലിയ രീതിയിൽ വൈറലാണ്. ചർമ്മത്തിന് പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനും മുഖത്തെ കറുത്ത പാടുകൾ കുറയ്ക്കാനും ഇത് വളരെ ഫലപ്രദമാണ്. ഈ വൈറൽ പാക്ക് കൃത്യമായ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്നും ഉപയോഗിക്കാമെന്നും നമുക്ക് നോക്കാം. ഈ ഒരു ഫേസ് പാക്ക് ഏതൊക്കെ പ്രായക്കാർ ഉപയോഗിക്കാം, ഏതൊക്കെ ചർമ്മ രീതി ഉള്ളവർ ഉപയോഗിക്കാം? പല ചർമ്മമാണല്ലോ പലർക്കും. അപ്പോൾ അതിൻ്റെ രീതികളൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അത് ഈ വീഡിയോയുടെ വഴിയെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മളത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഉലുവ പൊടിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ ഉലുവ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ ഉത്തമം. 2 ടേബിൾ സ്പൂൺ ഉലുവ നന്നായി കഴുകിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വേവിക്കാത്ത അഥവാ പച്ചപ്പാൽ ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കുക. ഇത് കുതിർക്കാനായിട്ട് വയ്ക്കുമ്പോൾ തലേന്ന് രാത്രി കുതിർക്കാൻ വയ്ക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. അങ്ങനെ പറ്റാത്തവർക്കാണെങ്കിൽ കുറഞ്ഞതൊരു 5-6 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് അനുവദിക്കുക. പാല് ഉലുവ നന്നായി വലിച്ചെടുക്കുന്നത് കാരണം തന്നെ ആ ഒരു പാലോട് കൂടി ചേർത്ത് മിക്സിയിലിട്ടിട്ട് വളരെ നല്ല സോഫ്റ്റ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. തരികളൊന്നും ഉണ്ടാകാതിരുന്നാൽ അത്രയും നല്ലത്. നല്ല ക്രീം പോലെ ഇരിക്കണം. ഞാനിവിടെ ഒരു പൊടി ഉപയോഗിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, നല്ല ക്രീം പോലെ എടുത്തതിന് ശേഷം ഉപയോഗിക്കേണ്ട വിധം ഫേസ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ആദ്യം മുഖം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് പാക്ക് പുരട്ടാനായിട്ട് തുടങ്ങാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉലുവ പാൽ പേസ്റ്റ് മുഖത്തിലും കഴുത്തിലും ഒരേപോലെ പുരട്ടുക. ഈ ഒരു ഫേസ് പാക്ക് ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും കഴുത്ത് വട്ടമുള്ള ഉടുപ്പുകൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഞാനത് കഴുത്ത് വട്ടം കുറവായ ഉടുപ്പിട്ടത് കാരണം കഴുത്തിലോട്ട് ഒരുപാട് ഇടുന്നില്ല. നിങ്ങൾ ഇടുമ്പോഴത്തേക്കും അത് ശ്രദ്ധിക്കുക. ഈ ഫേസ് പാക്ക് ഇടുമ്പോഴത്തേക്കും കണ്ണിന് ചുറ്റുമുള്ള ഭാഗം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫുൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം വിരലുകൾ കൊണ്ട് 1-2 മിനിറ്റിൽ വട്ടത്തിൽ മസാജ് ചെയ്യുന്നത് രക്തയോട്ടം കൂട്ടാൻ സഹായിക്കും. അതിനുശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് മുഖത്ത് വയ്ക്കുക. പാക്ക് പൂർണ്ണമായും വലിഞ്ഞ് ഉണങ്ങാൻ നിൽക്കരുത്. നേരിയ നനവുള്ളപ്പോൾ തന്നെ കഴുകണം. സാധാരണ വെള്ളത്തിലോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലോ മുഖം കഴുകാം. കഴുകുമ്പോൾ പതുക്കെ സ്ക്രബ് ചെയ്ത് കഴുകുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഏത് സ്കിൻ ടൈപ്പുകാരാണ് ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്ന് പറയാം. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. എന്നിരുന്നാലും ഓയിൽ സ്കിൻ ഉള്ളവർ ഈ സ്ക്രബ് ചെയ്യുന്ന ഭാഗം കുറച്ച് മൃദുവായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഒരുപാട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ സ്കിൻ ഉള്ളവർക്ക് കുരുക്കൾ കൂടാൻ സാധ്യതയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം നമ്മൾ ഉലുവയുടെ കൂടെ പാല് ചേർത്തിട്ടുണ്ട്. ഈ ഒരു പാലിന് പകരം നമുക്ക് തൈരും ചേർക്കാം. എന്നിരുന്നാലും ഉലുവ പാൽ ഫേസ് പാക്കാണ് ഒന്നും കൂടെ ബ്രൈറ്റ്നസ് നൽകാനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതിലാണ് കുറച്ചും കൂടെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിത് സ്ക്രബ് ചെയ്ത് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഡെഡ് സ്കിൻ മാറാനും അതിലെ നമ്മളുടെ സ്കിന്ന് സോഫ്റ്റ് ആകാനും സഹായിക്കും. എന്തുകൊണ്ടാണിത് വൈറലായത് എന്ന് നിങ്ങൾക്കറിയാമോ? ലാക്റ്റിക് ആസിഡ് പവർ, പാലിലെ ലാക്റ്റിക് ആസിഡും ഉലുവയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ചേരുമ്പോൾ മുഖത്ത് കറുത്ത പാടുകളും വെയിൽ കൊണ്ടുവരുന്ന കരുവാളിപ്പും സൺ ടാനൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ. നാച്ചുറൽ മോയ്സ്ചറൈസർ വരണ്ട ചർമ്മമുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ചോയ്സാണ്. ചർമ്മത്തിന് നല്ല തിളക്കവും സോഫ്റ്റ്നെസ്സും കിട്ടും. ഒരു ചെറിയ ടിപ്പും കൂടെ പറയാം. എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ പാലിന് പകരം തൈര് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുതേ. ഇതാണ് ഇതിൻ്റെ വിവരങ്ങൾ. ഇപ്പോൾ ഞാൻ ഫുള്ള് ഇട്ടതിന് ശേഷം മൊത്തം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്.
ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് കാണിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ എൻ്റെ ഫേസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇത് മെലാസ്മ ഉള്ളവർക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. കാരണം എനിക്ക് മെലാസ്മയുണ്ട്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ബെറ്ററായിട്ടാണ് തോന്നുന്നത്. ഇത് സ്ഥിരമായിട്ട് വീക്ക്ലി 2 പ്രാവശ്യം, വീക്ക്ലി 2 പ്രാവശ്യം വെച്ചിട്ട് നമുക്ക് സ്ഥിരമായിട്ട് നമ്മളിത് യൂസ് ചെയ്യുവാണെങ്കിൽ മെലാസ്മയെ നമ്മൾ ഒരു പരിധി വരെ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. 10 വയസ്സിന് മുകളിൽ മുതൽ ഏത് പ്രായക്കാർക്കും ഈ ഒരു ഫേസ് പാക്ക് ജെൻഡർ ഭേദമന്യേ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തു. വേറെ ഒരു മേക്കപ്പും ഇല്ല. എൻ്റെ ഫേസ് നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇപ്പോൾ കഴുകിയിട്ട് വന്നതേ ഉള്ളൂ. കുളിക്കാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ. അതിനുശേഷം നമ്മൾ കുളിക്കുന്നതിന് മുൻപ് ഇത് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. കുളിക്കുന്നതിന് മുൻപേ ഒരു 20 മിനിറ്റ് മുൻപേ നമ്മൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എന്നെ അറിയിക്കൂ. നിങ്ങൾക്കിതുപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.